നമസ്കാരം. ന്യായവീതി എന്ന പരിപാടിയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ അൻവറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. നമസ്കാരം സാർ. സാർ, നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ധാരാളം അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്, പരാതികൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ലേണേഴ്സ് കിട്ടുവാൻ ഒരു 2 മാസം വരെ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതി വരുന്നു. പണ്ട് അങ്ങനെയല്ല, അന്ന് കൊടുക്കുമ്പോൾ അന്ന് തന്നെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ലേണേഴ്സ് ലൈസൻസ് കൊടുക്കുമായിരുന്നു. ഇത് വലിയൊരു താമസം വരുന്നു. അത് നമുക്ക് അതങ്ങനെ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നടന്നു വരുന്ന ഒരു സംവിധാനത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കിട്ടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ലേണേഴ്സിൻ്റെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. ലേണേഴ്സിൻ്റെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നടത്തി എടുക്കാൻ പരിമിതമായ ഒരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 20 മിനിറ്റാണ് അയാളുടെ ടെസ്റ്റ് നടത്തുന്നേണ്ട സമയം. ഒരാൾക്ക് 20 മിനിറ്റ് വരെ നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് അയാൾ ജയിക്കുകയോ തോൽക്കുകയോ ഒക്കെ ചെയ്ത് അതിൻ്റെ തീരുമാനം ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരും വിദ്യാഭ്യാസ യോഗ്യത കൂടുതലുള്ളവർ പെട്ടെന്ന് അത് 3 മിനിറ്റിലും ഒക്കെ ആൻസർ ചെയ്ത് പോയി അത് അവരുടെ വിജയം നേടിയിട്ട് ലേണേഴ്സ് കരസ്ഥമാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് 80 100 ഒക്കെ ഇങ്ങനെ ലിമിറ്റ് ചെയ്യുന്ന ഓരോ ഇതിൻ്റെ കൺട്രോള് ശരിക്കും നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അവിടുത്തെ ഓഫീസിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എത്ര പേരെ ഒരു ദിവസം എടുക്കണം എന്നുള്ള നിശ്ചയിക്കുന്നത് അവിടുത്തെ ഒരു കൺട്രോൾ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 180ഓളം പേരെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വീണ്ടും ബഹുമാനപ്പെട്ട നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അത് നിർദ്ദേശം നൽകിയനുസരിച്ച് ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ആപ്ലിക്കൻസിൻ്റെ എണ്ണം വളരെ കൂടുതലായി. 18 വയസ്സ് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഓരോരുത്തരും ലൈസൻസ് എടുക്കാൻ വരുന്നുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ആപ്ലിക്കൻസ് വരുന്നതുകൊണ്ട് ഓരോ ഡേറ്റും അങ്ങോട്ട് മാറി പോകും. അങ്ങനെ വരുമ്പോൾ ഇനിയും വലിയ കാലതാമസം ഉണ്ടാകില്ലേ? അതെ, ഇനിയും. അപ്പോൾ അതിന് ഞാൻ പറയട്ടെ, ഒരു സംവിധാനം ഒരാൾ നിർദ്ദേശിച്ചിരിക്കുന്നത്, നമ്മൾ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മുടെ ഡേറ്റാസ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിരുന്നാൽ അതിനകത്ത് താഴെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അതെല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രെയിൻ ടിക്കറ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന പോലെ ലേണേഴ്സ് ലൈസൻസും എടുത്തുകൂടെ, അങ്ങനെ പ്രിൻ്റ് ഔട്ട് വരുന്ന രീതിയിലൊരു സംവിധാനം ചെയ്തുകൂടെ? കാരണം ഒരു ഫൈനലായിട്ട് നിങ്ങൾ എക്സാമിനേഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരിക്കൽ കൂടി എല്ലാ റെക്കോർഡ്സുകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ അയാളെ ഫൈനൽ ടെസ്റ്റ് നിങ്ങൾ ഉൾപ്പെടുത്താറുള്ളൂ. അപ്പോൾ ഇത്തരം ഈ ചെറിയ ചെറിയ ഡിലേസ് നമുക്ക് ഒഴിവാക്കാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും ഉണ്ടാകാറുണ്ടോ? ശരിക്കും ഒരു ഇൻവിജിലേഷൻ നടത്തി വേണം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെയാണ് ചെയ്തത്. ഇപ്പം എല്ലാം ഓൺലൈൻ ആണല്ലോ. ഓൺലൈൻ ആപ്ലിക്കേഷന് ശരിക്കും ഫോട്ടോയും സിഗ്നേച്ചറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കാൻ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരാളെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. അയാൾ കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും പരിശോധിച്ച് പ്രധാനമായും ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ് പ്രൂഫുമാണ് നമ്മൾ. ഇല്ല, അത് അയാൾ ആ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുന്നത് പിന്നീട് വെരിഫൈ ചെയ്താൽ പോരെ? അപ്പോഴാണ് വെരിഫൈ ചെയ്യുന്നത്. അതെ, ഇയാള് പരീക്ഷയ്ക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ ഇത് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ചെയ്യുമ്പോൾ തന്നെ ഫൈനലായിട്ട് ആ ഒരു എൻട്രി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ലേണേഴ്സ് ലൈസൻസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അവർക്ക് കിട്ടുകയാണ്. അത് അങ്ങനെ ഒരു ചെയ്യാനുള്ള സംവിധാനമില്ല. ഒരു പ്രിൻ്റ് ഔട്ട് കൊണ്ടാണ് ഇവർ വരുന്നത്. ഇവർ ആപ്ലിക്കേഷൻ അവിടെ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യും. പിന്നെ എന്തുകൊണ്ടാണ് ഈ താമസം വരുന്നത്? താമസം അവിടുത്തെ ഡിലേ അല്ല വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പേര് അഡ്മിറ്റ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് 10 മണിക്ക് ഇത്ര പേര്, 9 മണിക്ക് തന്നെ ആദ്യത്തെ ബാച്ച് തുടങ്ങും, രണ്ടാമത് 10 മണിക്ക്, പിന്നെ 11 മണിക്ക്, പിന്നെ 12 മണിക്ക്, അങ്ങനെയുള്ള 4 ബാച്ചുകളായിട്ടാണ് ഇത്രയും ആപ്ലിക്കൻസിനെ വരുത്തുന്നത്. പരമാവധി ഒരു 180 പേരെ ഉൾക്കൊള്ളുവാൻ സാധിക്കുള്ളൂ. അത്രയും. അത് തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നതും അതുപോലെ 60 പേരുടെ ഒരു ബാച്ച് വെച്ചിട്ട് 2 ബാച്ച് ആണ് നടക്കുന്നത്. അപ്പൊ 120 പേർക്ക് വീണ്ടും ടെസ്റ്റ് നടത്താൻ കഴിയുള്ളൂ. വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. പണ്ട് ഈ പാസ്പോർട്ട് കിട്ടാനായിരുന്നു വലിയ താമസം. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുവാൻ വരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്.
അതെ, അതിപ്പം ഇങ്ങനെ ഇത് അതെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മാത്രമേ കാണൂ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഭാഗങ്ങളിൽ മാത്രമായിരിക്കും. അതെ, ഏറ്റവും കൂടുതൽ ഇപ്പൊ സിറ്റി ഏരിയയിൽ ഇപ്പൊ കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ തന്നെ വളരെ അധികം ആപ്ലിക്കൻസ് ഉണ്ട്. അത് ഇങ്ങനെ നീണ്ടു പോകുന്നതായിട്ട് തന്നെ 18 വയസ്സ് കഴിഞ്ഞ ഉടനെ ലേണിങ്ങിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ലൈസൻസ് എടുക്കണം എന്നുള്ളൊരു അത് നല്ലതാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴുള്ള സംവിധാനം വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ പിന്നെ 2ഉം 4ഉം ബാച്ച് നടത്താനുള്ള ഒരു സംവിധാനങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം കൂടെ നമുക്കുണ്ട്. അതിന് സ്ട്രെങ്ത് കൂട്ടുക, ഇത് നോക്കി നടത്താനുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു സംഗതി. അതിനനുസരിച്ച് നമുക്കനുസരിച്ച് താമസിയാതെ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുവാൻ കമ്മീഷന് തയ്യാറാകുമെന്നും വളരെ എളുപ്പത്തിൽ ലൈസൻസിന് യോഗ്യരാകുമെന്ന് വിശ്വസിക്കാം. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഈ ലൈസൻസ് എടുക്കുവാൻ ടെസ്റ്റിന് പോകുമ്പോൾ ചില ഡോക്യുമെന്റുകൾ ഹാജരാക്കേണ്ടതുണ്ടല്ലോ. ഈ റേഷൻ കാർഡ് കൊണ്ടുവന്നിരുന്നാൽ അത് ഒരു തെളിവായിട്ട് സ്വീകരിക്കുകയില്ലേ? റേഷൻ കാർഡ് ഇപ്പം ഞങ്ങൾക്ക് നേരത്തെ തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ഇതാണ് ഇപ്പോൾ പറയുന്നത്. പാസ്പോർട്ട്, ഇലക്ട്രൽ ഐ ഡി, ഇലക്ഷൻ ഐ ഡി കാർഡ്, പിന്നെ പാസ്പോർട്ട് ഇറ്റ്സ് എ വാലിഡ് പ്രൂഫ് അല്ലേ? അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഈ മോട്ടോർ വെഹിക്കിളിന്റെ അസോസിയേഷന്റെ സംഘടനകളുമായി സംസാരിക്കുമ്പോൾ അതിൽ നിന്നും വന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിരുന്നാൽ, ഈ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ചിലർ ആ പാസ്പോർട്ട് സ്വീകരിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നില്ല. ചിലർ റേഷൻ കാർഡ് ഒരു പ്രൂഫായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നു എന്നുള്ളത്. അപ്പോൾ കോമൺ ആയിട്ട് ഇന്ന ഡോക്യുമെന്റ്സുകളാണ് എന്നുള്ളത് നമ്മൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു തർക്കത്തിന് അവിടെ ഒരു വിരാമം ഇട്ടൂടെ? തീർച്ചയായിട്ടും കോമൺ ആയിട്ട് ഇന്ന ഡോക്യുമെന്റ്സ് തന്നെ കൊണ്ടുവരണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. നിയമപ്രകാരം ഇന്നതിനൊക്കെ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടും നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ പാസ്പോർട്ട്, ഇലക്ഷൻ ഐ ഡി, LICയുടെ പോളിസി, SLC ബുക്കിന്റെ ഫ്രണ്ട് പേജ്, പിന്നെ ഇത് ഈ +2 പഠിച്ചവർക്ക് CBSE കൊടുക്കുന്നത് വെറും ജസ്റ്റ് ഒരു പേപ്പറാണ്. അതിനകത്ത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛന്റെ പേര്. അപ്പോൾ അവര് എന്ത് രേഖകളാണ് കൂടുതലായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്? ഇതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്തിന് മാത്രമേ നമുക്ക് +2വിന്റെ സർട്ടിഫിക്കറ്റിന് ഉതകുന്നുള്ളൂ. ഇപ്പോൾ അതിന് അവർ ചെയ്യുന്നത് റേഷൻ കാർഡും പിന്നെ ഇവർക്ക് മറ്റ് പ്രൂഫൊന്നും കാണിക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ അവർക്ക് ഒരു 100 രൂപ പത്രത്തിൽ ഒരു അഫിഡവിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എനിക്ക് മറ്റ് രേഖകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യാനില്ല, എന്റെ അങ്ങനെ ഒരു വകുപ്പുണ്ട്. അങ്ങനെ വകുപ്പുണ്ട്. അങ്ങനെയും നമുക്ക് സ്വീകരിക്കാം. അതിനൊരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. അത് നിയമത്തിൽ തന്നെ പറയുന്ന ഒരു സംഗതി. അത് പുറത്ത് ജനങ്ങൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അപവാദങ്ങൾ പറയുന്നതെന്ന് തോന്നുന്നു. അതെ, അത് അറിവില്ലായ്മ തന്നെയാണ്. അത് ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ അത് തടയുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതുള്ളത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കരിക്കകം സ്കൂളിൻ്റെ ആക്സിഡന്റിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അന്ന് ഈ പ്രക്ഷേപണം ചെയ്ത അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ചാന്നാങ്കര സ്കൂളിലെ വാൻ്റെ അപകടവും. അന്ന് ഒരു 10 വർഷം സർവീസുള്ള ഒരാളല്ല വണ്ടി ഓടിച്ചിരുന്നു എന്നുള്ളതായിരുന്നു. സാർ സ്ഥലം പോയിരുന്നു. അവിടെ എന്തായിരുന്നു ആക്ച്വലി യഥാർത്ഥത്തിൽ കുഴപ്പം ആരുടേതായിരുന്നു? ശരിക്കും ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു അനാസ്ഥ തന്നെയാണ്. അതായത് ഏറ്റവും അങ്ങേയറ്റത്തെ പോയിന്റിൽ ഒരു കുട്ടിയെ ഇറക്കി വിട്ടിട്ട് തിരിച്ച് വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കല്ലിൽ തട്ടി മറിഞ്ഞു എന്നുള്ളതാണ്. അതൊരു പട്ടിയും കൊണ്ട് വന്നപ്പോഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. പരിചയക്കുറവ് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. എന്തായാലും ഒരു വള്ളത്തിന്റെ പുറത്താണ് അത് വീണത് കൊണ്ട് നമുക്ക് കാഷ്വാലിറ്റി വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. നമുക്കവിടെ ഞാൻ സ്പോട്ട് സന്ദർശിച്ച ഒരാളാണ്. അപ്പോഴത്തേക്കും അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടുത്തെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇല്ല. അപ്പൊ അതിന് ഉത്തരവാദി സ്കൂളുകാരും അല്ലേ? നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലെ PTA ഒരാളായിരിക്കും അതിന്റെ വെഹിക്കിൾ നോഡൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട്. അതെ, കളക്ടർ നിർദ്ദേശിച്ചനുസരിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. AEOമാർ അത് കൃത്യമായി മോണിറ്റർ ചെയ്തിട്ട് അവിടെ അത് പരിശോധിച്ച് ഇതിനകത്ത് പ്രമേസസ് അവരത് പാലിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാകുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ കൂട്ടുത്തരവാദിത്വമാണ് ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു റോഡ് സേഫ്റ്റി നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്നത് പല ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷനും മുതിർന്നവരുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു കൂട്ടുത്തരവാദിത്വം തന്നെയാണ് ഈ നമുക്കിങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റും അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഗവൺമെന്റ് 5 ലക്ഷം കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും 10 ലക്ഷം സ്കൂളുകാരും കൊടുക്കണമെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ ഒരു അഭിപ്രായം പറയാവുന്നതാണ്. എന്തായിരുന്നാലും പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അൻവർ സാർ പറഞ്ഞു, പലതവണ പറഞ്ഞതാണ്, എങ്ങനെയാണ് സ്കൂൾ വാൻ്റെ ഡ്രൈവേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്, അവരെ എങ്ങനെ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ
വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞതിന് ശേഷം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാം ഇത് കണ്ടു കഴിഞ്ഞതാണ്. അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. അവിടെയും ഡ്രൈവറുടെ ഒരു അനാസ്ഥയായിരുന്നു എന്നുള്ളത് വളരെ ഖേദകരമായി നമ്മൾ പറയുകയാണ്. വീണ്ടും നമ്മുടെ പിഞ്ചോമന കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു ബലിയാടാക്കരുത്. എല്ലാ രക്ഷകർത്താക്കളും എല്ലാ സ്കൂൾ അധികൃതരും ഇതിൽ ശ്രദ്ധ കൊടുക്കണമെന്ന് ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് സർ. ഈ സ്കൂൾ കുട്ടികളെ ഒരു EAB, അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സിൽ കയറ്റാൻ പറ്റുന്നതിന്റെ കണ്ടീഷൻ കൂടെ ഒന്ന് പറഞ്ഞേക്കാം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ ഒരു അര ടിക്കറ്റായി പരിഗണിച്ച് RC ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എണ്ണത്തിന്റെ ഇരട്ടി. അപ്പോൾ ഒരു 48 സീറ്റ് ആണെങ്കിൽ 96 പേരെ നമുക്ക് അതിനകത്ത് കിട്ടി. 12 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ 96 കുട്ടികൾ അങ്ങനെ കൊണ്ടുപോകാം. പക്ഷേ പല സ്കൂളുകളെയും ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എത്രയോ ഒരു 3 ഇരട്ടിയിലധികം കുഞ്ഞുങ്ങളെ വളരെ ഈ വാഗൺ ട്രാജഡിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ സ്കൂൾ അധികൃതർക്കും ഇതിന് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ മോണിറ്റർ ചെയ്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തതെങ്കിൽ മാത്രമേ നമുക്ക് അപകടം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഇതുമില്ലാതെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിന് നിയമപരമായിട്ട് ഇത്ര പേരെ അതിനകത്ത് കയറ്റാൻ പാടുള്ളൂ എന്നുള്ളൊരു അറിവെങ്കിലും അവർക്കുണ്ടാവണം. 40 കിലോമീറ്റർ സ്പീഡിന് അപ്പുറം പോകാനും പാടില്ല. അതിനുവേണ്ടി ഈ വാഹനങ്ങളിലെല്ലാം തന്നെ സ്പീഡ് ഗവർണർ എന്നുള്ള ഡിവൈസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറം പോകുന്ന ഇത് നമ്മൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ട്. സാർ പറഞ്ഞല്ലോ വണ്ടി റിവേഴ്സ് എടുത്തപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞത്. റിവേഴ്സ് എടുക്കുമ്പോൾ വണ്ടിക്കകത്തുള്ള കണ്ടക്ടർ അയാൾ പുറത്തിറങ്ങി ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ? ശരിക്കും ഈ കണ്ടക്ടർമാർക്ക് ഈ കുഞ്ഞുങ്ങളെ കണ്ടക്ടർ ഉണ്ടായിരുന്നു. അയാൾക്കും ഈ ലൈസൻസ് എടുത്തിട്ട് അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ട്. ഇടയ്ക്ക് വേറൊരു തെറ്റിദ്ധാരണയും പറഞ്ഞു, ഇദ്ദേഹം ഡ്രൈവിംഗ് പഠിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടികളെ ഇതിനകത്ത് അപകടത്തിൽപ്പെട്ട കുട്ടികളെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവർ പറയുന്നത് മറ്റേ നേരത്തെ ഡ്രൈവർ തന്നെയാണ് അതിനകത്ത് ഓടിച്ചിരുന്നത് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് പറഞ്ഞു വന്നത് ഈ കുട്ടികളെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതെ. അപ്പോൾ ഈ 48 സീറ്റിന് മുകളിൽ കയറ്റി കൊണ്ടുപോകാൻ പാടില്ല. ഈ അറ്റൻഡറുടെ കാര്യമാണ് പറഞ്ഞത്. അറ്റൻഡർ എന്ന് പറയുന്നത് ഈ കുട്ടികളെ കൃത്യമായിട്ട് ഇതിനകത്ത് കയറ്റി പുറത്തിറങ്ങി നിന്ന് ഇവരുടെ സ്കൂൾ ബാഗും മറ്റു കാര്യങ്ങളൊക്കെ അവര് കൊണ്ടുവരുന്ന യൂട്ടൻസിൽസ് അതിനകത്ത് കയറ്റി വിട്ടിട്ട് വേണം പിന്നെ കരുതാൻ. എന്നിട്ട് ഇയാൾ പോകുന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരു വണ്ടി നിർത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ കുട്ടിയെ അപ്പുറത്ത് ചെല്ലേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇറങ്ങി അപ്പുറത്ത് ക്രോസ് ചെയ്ത് അവിടെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് നിയമം. 2004 ഗവൺമെന്റ് ഓർഡറിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നും പാലിക്കപ്പെടുന്നില്ല ഇവിടെ. അപ്പൊ രക്ഷകർത്താക്കൾക്ക് ഒരു പങ്കുണ്ട്. രക്ഷകർത്താക്കളും ഇത് ഇവർ പാലിക്കുന്നുണ്ടോ എന്നുള്ള രഹസ്യമായിട്ട് ചെക്ക് ചെയ്യണം, അല്ലേ? അതെ. ഇതിന്റെ ക്രൂ രക്ഷകർത്താക്കളും സ്കൂൾ അധികൃതരും ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ക്രൂ എന്ന് പറയുന്ന ഡ്രൈവറും ഈ അറ്റൻഡറുമാണ്. കുട്ടികളോട് മാന്യമായി പെരുമാറുന്നുണ്ടോ എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഇതിനകത്ത് പെൺകുട്ടികളുണ്ടാവാം, ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവാം. അവര് ഈ വളരെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ അറ്റൻഡറായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അന്നൊരു സംഭവം നടന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം നിങ്ങൾ വളരെ അധികം ആൾക്കാരെ ബസ്സുകളും ഒക്കെ പിടിച്ചു, ഒരുപാട് ഫൈനൊക്കെ ഈടാക്കി. അതോടുകൂടി അങ്ങ് തീർന്നു അതോ ഇനിയും? ഇല്ല, ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകൾ പ്രത്യേകിച്ച് അതായത് സ്കൂളുകൾ തന്നെ പരിശോധിച്ച് റെയ്ഡുകൾ നടത്തി അവർക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടോ, ഈ വാഹനങ്ങളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് കൊണ്ടുവരുന്ന സമയത്ത് ഈ സ്പീഡ് ഗവർണർ പിടിപ്പിച്ചും പിന്നെ അതിനുശേഷം ഇളക്കി കളയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സർപ്രൈസ് ചെയ്തിട്ട് ഈ വാഹനങ്ങളെ നമ്മൾ റോഡിൽ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങളുടെ മുകളിലത്തെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളടുത്ത് ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ നടപ്പിൽ വരും. ഇതിപ്പോ സാർ വേറൊരു കാര്യം പറയുന്നത്, നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ ചിലപ്പോൾ ഇതൊക്കെ ഭംഗിയായി നടന്നു എന്ന് വരാം. സിറ്റിയുടെ പുറത്ത് പോവുകയാണെങ്കിൽ, ഉദാഹരണം കഴക്കൂട്ടം അല്ലെങ്കിൽ ബാലരാമപുരം അല്ലെങ്കിൽ പുറത്ത് വിഴിഞ്ഞം, ആ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു ചെക്കിംഗ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അവർക്ക് കാഞ്ഞിരംകുളം ആ ഭാഗത്ത്. അപ്പോൾ ഇവിടെയെല്ലാം ഈ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ആരാ പരിശോധിക്കുന്നു? ശരിക്കും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. മോട്ടോർ വാഹന വകുപ്പും പോലീസും തന്നെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം നെയ്യാറ്റിങ്കര പോലുള്ള ഒരു ഓഫീസിൽ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും 2 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സും മാത്രമാണ് അവിടെ ഉള്ളത്. അല്ല, അവർ വല്ലപ്പോഴൊരിക്കൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ല, അവരങ്ങനെയുള്ള ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയും പോരല്ലോ. മതിയായ ഒരു രീതിയിലേക്ക് ഒരു ചെക്കിംഗ് നടത്താനുള്ള ഒരു സ്റ്റാഫ് സ്ട്രെങ്ത് നമ്മുടെ ഇല്ലാതിരിക്കുന്നത് വലിയൊരു അപാകത തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് പറയാതെ വയ്യ.
അത് കുറച്ചുകൂടെ ഒരു സ്ക്വാഡുകൾ ഇതിനു വേണ്ടി മറ്റ് ഡെയിലി ലൈസൻസ് ഇഷ്യൂയിങ്ങും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വണ്ടികളുടെ രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്ഥിരമായി സ്ക്വാഡുകൾ ഇതുപോലെ റോഡുകളിൽ ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്കൂൾ ബസ് എത്ര വർഷത്തിലൊരിക്കലാണ് ഈ ഫിറ്റ്നസ് മേടിക്കേണ്ടത്? പുതിയ വാഹനങ്ങൾക്ക് 2 വർഷം വരെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ വർഷം കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവരെല്ലാം ക്ലീൻ ആക്കിയാണ് കൊണ്ടുവരുന്നത്. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ചിലപ്പോൾ 40 കിലോമീറ്ററിന് പോകുന്ന നമ്മൾ 60 കിലോമീറ്ററിന് വണ്ടി അല്ല, ഈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്? ഫിറ്റ്നസ്സിൽ ഇതിന് ബ്രേക്ക് മാത്രമായിരിക്കും? അങ്ങനെയല്ല. ഫിറ്റ്നസ് അതോ പെയിന്റ് കണ്ട ഉടനെ തന്നെ ഒരിക്കലുമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 പാർട്ടുകളായിട്ടാണ് ഇതും നമ്മൾ ചെയ്യുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ വണ്ടിയിലെ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടത്തും. അതിൽ ഈ പറഞ്ഞ പോലെ പെയിന്റ് വരുന്നുണ്ട്. ബോഡി പെയിന്റ് നന്നായിട്ട് ഉണ്ടാവണം. പിന്നെ നമ്മൾ ഇതിനകത്ത് പറയുന്ന സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് വരുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ലൈറ്റുകൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, റിഫ്ലക്റ്റേഴ്സ് പിടിപ്പിച്ചിട്ടുണ്ടോ, ഫ്രണ്ടിലെ ഉള്ള റിഫ്ലക്ടർ അങ്ങനെ, സൈഡിൽ ഇപ്പൊ മഞ്ഞയാണ്, പുറകെ ചുവന്നത്, അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അകത്തുള്ള സീറ്റ് കുഷൻ, അതിനകത്തുള്ള പെയിന്റ്, പിന്നെ മുകളിലെ ടോപ്പ് ലൈറ്റ്സ്, പിന്നെ ക്യാബിൻ സെപ്പറേഷന് വേണ്ടെടുത്ത് അത് വരുന്നുണ്ടോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ അതിനകത്ത് വന്നു കഴിഞ്ഞു. പിന്നെ അതിന്റെ മെഷർമെന്റിലാണ്. ഇപ്പോൾ ഒരാളുടെ ലെഗ് സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ ഒരു കുട്ടിക്ക് കയറി ഇരിക്കാൻ പറ്റുന്നതാണോ, അഡീഷണൽ സീറ്റുകൾ വെച്ചിട്ടുണ്ടോ, ഈ ബാറ്ററിയുടെ പുറത്ത് അതെ അതുപോലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് അവിടെ ഈ ക്യാബിൻ സെപ്പറേറ്റ് ചെയ്ത് ഇപ്പുറത്ത് തന്നെ നിർത്തണം എന്നുള്ളതൊക്കെ നമ്മൾ അത് പരിശോധിക്കുന്നു. അത് പരിശോധിച്ചതിന് ശേഷം റോഡിൽ ഓടിച്ചു നോക്കുന്നുണ്ട്. 40 കിലോമീറ്റർ വരെ ആണോ ഇത് ലിമിറ്റ് ചെയ്യുന്നത്, നമ്മൾ ഓടിച്ചു നോക്കുന്നുണ്ട്. ഓടിച്ചു നോക്കി പ്രത്യേകിച്ച് കുട്ടികളുടെ വാഹനങ്ങളിൽ ഞങ്ങൾ ഒരെണ്ണം പോലും വിട്ടുപോകാതെ നമ്മൾ ശ്രദ്ധിച്ച് അത് നോക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോ ഈ ഇൻസ്പെക്ഷൻ വരെ നമുക്ക് ചിലപ്പോൾ കാണാം ഈ പൂജപ്പുര അങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ബസ്സുകൾ ഇങ്ങനെ കിടക്കുന്ന 50 ബസ്, ഈ 50 ബസ്സുകൾ ഓടിച്ചു നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഓടിച്ചു നോക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ പറഞ്ഞില്ലേ നമ്മുടെ പൊതുജനങ്ങൾക്ക് ഒരു സംശയം, ഈ ബസ്സുകളൊക്കെ ഇങ്ങനെ ഓടിച്ചു നോക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഓടിച്ചു നോക്കണം. അതിനകത്ത് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ട്രാൻസ്പോർട്ട് ഈ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനൊക്കെ കൊടുത്ത ചില ബസ്സുകളുണ്ട്, പഴയ ബസ്സുകൾ. അതൊക്കെ കണ്ടീഷൻസ് എത്രമാത്രം നന്നായിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഗവൺമെന്റ് സ്കൂളിന്റെ ബസ്സുകൾക്ക് കർശനമായ ഒരു രീതിയും ഒരു ലളിതമായ രീതിയും, മറ്റുള്ള പ്രൈവറ്റ് സ്കൂളുകളുടെ ബസ്സുകൾക്ക് കർശനമായ രീതിയും അങ്ങനെ പാലിക്കാറുണ്ടോ? ഗവൺമെന്റ് സ്കൂളുകളുടെ ബസ്സുകൾ കുറച്ച് പഴയതാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കണ്ടീഷൻസ് എല്ലാം അവർ ഇത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഫിറ്റ്നസ് കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അത് 1 വർഷം അത് ഓടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ ഇയാൾ ബാധ്യസ്ഥനാണ്. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഒപ്പിടുന്ന ഉദ്യോഗസ്ഥൻ. നമുക്ക് വർക്കല ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞിരുന്നാൽ അവിടെയുള്ള ചില ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഓടിക്കുന്നത്, അത് മാത്രമല്ല ഞാൻ കണ്ടിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തും ചില പ്രൈവറ്റ് ബസ്സുകൾ ഓടിക്കുന്ന ഡ്രൈവറെ കണ്ടാൽ ഒരു 10, 25, 30 വയസ്സിന് താഴെയുള്ള നല്ല ചെറുക്കാൻ പയ്യന്മാരാണ് വണ്ടി ഓടിക്കുന്നത്. അതിനകത്ത് 100-200 പാസഞ്ചേഴ്സിനെ കൊണ്ടാണ് അവരും ഈ സിറ്റി മുഴുവനും ഈ വേഗത്തിൽ കറങ്ങുന്നത്. അപ്പോൾ സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവറിന് 10 വർഷം സർവീസ് വേണമെന്ന് പറയുന്നതിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം അല്ലെങ്കിൽ ആശയം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളെ അത്രയും ഉത്തരവാദിത്തോടു കൂടി കൊണ്ടുപോകണം എന്ന് തന്നെ ആണ് അത് ഉദ്ദേശിക്കുന്നത്. 10 വർഷത്തെ ഇപ്പൊ ഹെവി ലൈസൻസ് കിട്ടിയ ഒരാൾക്ക് മാത്രമേ ഹെവി മോട്ടോർ ലൈസൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വയസ്സിനൊരു മാനദണ്ഡം എന്തുകൊണ്ട് വയ്ക്കുന്നില്ല? 40 വയസ്സ് കഴിഞ്ഞവർ, 45 വയസ്സ് കഴിഞ്ഞവർ, അവർക്ക് മാത്രമേ ഇത്തരം വാഹനങ്ങൾ ഓടിക്കാവൂ എന്ന് നിങ്ങൾ നിയമം പറഞ്ഞിട്ടില്ല. ഇപ്പൊ 18 വയസ്സിൽ ഒരാൾ ലൈസൻസ് എടുത്തു, 21-ാമത്തെ വയസ്സിൽ ബാഡ്ജ് കിട്ടി, 31-ാമത്തെ വയസ്സിൽ അയാൾക്കൊരു ജോലി നേടാൻ പറ്റും അല്ലേ? 30 വയസ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ ഒരു സ്കൂൾ ഡ്രൈവർ ആകാൻ പറ്റൂ. അതാണ്, അങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ പാലിച്ചേ പറ്റത്തുള്ളൂ. അയാളൊരു നല്ലൊരു ഡ്രൈവർ ആണ് എന്ന് ചെക്ക് ചെയ്താൽ പോരെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനോഭാവം കൂടെ അതിനകത്ത് കണക്കാക്കാം, പക്വത. കാരണം നമ്മുടെ ഒരു ഞാൻ പറയട്ടെ, ഒരു പിതാവ്, അയാൾക്കൊരു 2 കുട്ടികളുണ്ട്, മക്കൾ, സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടികൾ ഉള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ അയാൾക്ക് അത് വരും, അതിന്റെ ഒരു സീരിയസ്നെസ് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ബസ്സിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബസ്സിലാണ് തിരിപ്പുണ്ട് എന്നുള്ള ഒരു അവയർനെസ് പോലെ തന്നെ സമയത്ത്
ഡ്രൈവർക്ക് കുട്ടികളുണ്ടോ എന്ന് കൂടി നോക്കുന്നു. വളരെ നന്നായിരിക്കും. നന്നായിരിക്കും. തീർച്ചയായിട്ടും അയാൾക്ക് അതൊക്കെ നമുക്ക് ഇപ്പൊ മോട്ടോർ വാഹന നിയമം വെച്ചിട്ട് കുട്ടികളുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ PTAയിൽ ഉള്ള ഒരാൾക്ക് PTAയിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കല്യാണം കഴിച്ചതാണോ, നിങ്ങൾക്ക് മക്കളുണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിക്കുന്നു. വീട്ടിലെ സംഭവങ്ങളും വീട്ടിലെ പിന്നെ പ്രശ്നങ്ങളും ഒക്കെ ഒരു പരിധി വരെ നമ്മുടെ ഈ ഡ്രൈവിംഗിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ശരി സാർ, ഇപ്പോഴും നമുക്ക് പൊതുവേ കൊണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. RTO ഓഫീസിൽ പല കാര്യങ്ങളും ഏജന്റ് മുഖേന വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. നേരിട്ട് പോയി കഴിഞ്ഞിരുന്നാൽ പ്രയാസമുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ അവിടെയുള്ള ഫാസ്റ്റ് ട്രാക്കിങ്ങിൽ ഇന്ന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞിരുന്നാൽ വളരെ 6-7 പേർക്ക് മാത്രമേ ആ സർവീസ് പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അത് ശരിയാണോ? ഒരിക്കലുമല്ല. കാരണം ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം കൊടുത്തിരിക്കുന്നത് ഒരാൾ. എന്തായിരുന്നാലും ഫാസ്റ്റ് ട്രാക്ക് പറ്റി നമുക്ക് അടുത്ത സംസാരിക്കാം. ഈ ബസ്സിൻ്റെ കാര്യങ്ങൾ, ബസ്സിൻ്റെ ഡ്രൈവർ, അതുപോലെ ബസ്സിലെ കുട്ടികളെ കൊണ്ടുവരേണ്ട രീതി, പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ, ഇവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീണ്ടും ഓർത്തു വയ്ക്കുകയാണ്. വീണ്ടും മറ്റൊരു വിഷയമായി വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക.